ഇതാണ് എൻ്റെ പച്ചമുളക് ചീനി. ഒരെണ്ണമുള്ളൂ കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുന്നത് ഞാൻ ചീനിയുടെ വിത്താണെന്നും പറഞ്ഞ് പാകിയതാണ്. അതിൽ നിന്ന് സ്നാപ്ഡീലിൽ നിന്ന് വരുത്തിച്ച് മറ്റേ കൊമ്പൻമുളകാണെന്നും പറഞ്ഞുകൊണ്ട് മേടിച്ചു. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതെന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ചീനിയാണെന്ന് ഓർത്താണ്ടാണ് ഇതിൽ തന്നെ പാകിയത്. അപ്പം അല്ല, ഇത് പിന്നെ ഞാൻ നമ്മുടെ ഇഞ്ചി മേടിക്കില്ലേ കടകളിൽ നിന്ന്, ഇഞ്ചി മേടിക്കണേ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കുഞ്ഞു കുഞ്ഞു മുളകളൊക്കെ കാണുമല്ലോ, ആ മുളകളെല്ലാം കൂടി കൊണ്ടുവന്ന് വെച്ചതാട്ടോ. ഇപ്പം അമ്മയ്ക്ക് സുഖമില്ലാതൊക്കെ വന്നുകൊണ്ട് വലിയ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. ചെറിയ ചെറിയ എൻ്റേതായിട്ടുള്ള രീതികൾ മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ നമുക്കിവിടെ ഒരു ഇങ്ങനെ വരുന്ന പിന്നെ വഴി സൈഡിൽ ഇങ്ങനെ ഒരു പയറും തൈ കണ്ടു. ആ പയറും തൈ പറിച്ചുകൊണ്ടൊന്ന് നട്ട് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ മറ്റേ കുറ്റിപ്പയറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പയർ. അപ്പോൾ അത് ഇവിടെ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ഈ സംഭവം കണ്ട, ഈ ഒരു മീനാറ് പോലെ നിൽക്കുന്ന ഈ സാധനം, ഇതെന്ന് പറഞ്ഞാൽ ഒരു മുരിങ്ങയായിരുന്നേ. ഈ പിന്നെ മറ്റേ ചട്ടിയിൽ വളരുന്ന മുരിങ്ങയാണ് എന്നും പറഞ്ഞുകൊണ്ട് നട്ടതാണ്. ലാസ്റ്റ് ഇപ്പോൾ മുരിങ്ങയുടെ കോലം എന്ന് പറഞ്ഞാൽ മുരിങ്ങയിൽ ഒരൊറ്റ ഇലയില്ല, അതിൽ ഉണങ്ങിപ്പോയി. അതും ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. അതിൻ്റെ കോലം ഇങ്ങനെയായി. ഇത് പിന്നെ നമ്മുടെ നാടൻ പനിക്കൂർക്ക ഇതെല്ലാം നിങ്ങൾക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ. അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ടും നമുക്ക് കുളിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കാന്താരിയാണ്. കാന്താരിക്ക് ഇച്ചിരി വെയിൽ കൂടി പോയതുകൊണ്ട് കാന്താരി ഇച്ചിരി വാടി നിൽക്കുകയാണ്. അവനുള്ള ബൂസ്റ്റ് ഇവിടെ തീർന്നിരിക്കുക. കാരണം ഉള്ളിയൊക്കെ ഇട്ട വെള്ളം, ഉള്ളിയുടെ തോലും ഒക്കെ ഇട്ട വെള്ളമാണ് ഇവന്മാരുടെ ബൂസ്റ്റായിട്ട് ഞാൻ കൊടുക്കുന്നത്. അത് ഡൈല്യൂട്ട് ചെയ്തത്. അപ്പോൾ അതങ്ങ് കൊടുക്കും. ഇതെന്ന് പറഞ്ഞ സാധനം ഇത് പനിക്കൂർക്കയല്ല, ചുമയുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചുമക്കൂർക്ക എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ ചുമക്കൂർക്ക. ഇതിന് നോക്കിക്കോളൂ, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. കാരണം ഇതിൻ്റെ ഇല പറിച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ എത്ര ചുമയുള്ളവരെ ചുമ നിൽക്കും. ഇതിൻ്റെ തണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെഡ് കളർ തണ്ട. ഇത് കണ്ടോ, ഒരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇവന്മാരെ ഞങ്ങളുടെ വാർക്കയുടെ പൊക്കത്ത് ഭയങ്കര വെയിലാണ്. പിന്നെ അപ്പുറത്ത് എൻ്റെ ഒരു കുഞ്ഞു മരമുണ്ട്. കുഞ്ഞു മരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മരമാണ്. ഞാൻ വേറെ ഇടത്തെയും മുട്ടപ്പഴം കഴിക്കില്ല. എല്ലാവർക്കും അറിയാം മുട്ടപ്പഴം എയ്ബു. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന അങ്ങനത്തെ ഉളുമ്പ് മണമൊന്നുമില്ല. അതിൻ്റെ അകത്തിപ്പം പൂ വിരിഞ്ഞുകൊണ്ടിരിക്കണതേ ഉള്ളൂ. പൂ വിരിഞ്ഞ് കായാകുമ്പോൾ തൊട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്കിവിടെ ഒരു കുന്നോളം വളർന്നിട്ട് ഒരു കാ പോലും തരാത്ത ഒരാളുണ്ട്, ഒരു പാഷൻ ഫ്രൂട്ട്. അവൻ അങ്ങപ്പോൾ കയറി ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ മരങ്ങളും ചെടികളൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം അവരെല്ലാവരും ഞാൻ ഓരോ ദിവസമായിട്ട് ഓരോരുത്തരെ പരിചയപ്പെടുത്തി തരാം. അതിന് മുന്നേ എൻ്റെ അമ്മേനെ എല്ലാം പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഓരോരുത്തർക്കായിട്ട് പരിചയപ്പെടുത്തി തരാം. പിന്നെ ഇവിടെ എൻ്റെ ഒരു ലോകമാണിത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ലോകത്തിൽ ആരുമില്ല, ശൂന്യമായി കിടക്കുകയാണ്. ഇപ്പം 2023 തൊട്ട് ഞാൻ അധികം ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പം ഇവിടെ കൂർക്കച്ചേട്ടന്മാരൊക്കെ കിട്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൂർക്കച്ചേട്ടന്മാരെയൊക്കെ നട്ട് കൂർക്കയൊക്കെ ഉണ്ടാകുന്നത് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത് കാണിച്ചു തരാം. ഞാൻ വലിയ കോസ്റ്റ്ലി രീതി കൃഷി ചെയ്യുന്ന ഒരാളല്ല, ചെറിയ രീതിയിലുള്ള ഒരാളാണ്. പിന്നെ എൻ്റെ വീട്ടിൽ കോഴിയുണ്ട്. കോഴിയുള്ളതുകൊണ്ട് താഴെ വാഴ വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു കുഞ്ഞു വാഴ കിട്ടിയപ്പോൾ കൊണ്ടുവച്ചത് കേട്ടോ. അതിപ്പോൾ ഇതിന് ഇത്ര ആയി. ഇനി ഇത് പതുക്കെ പറിച്ച് ഇത്രയും വലിയ വാഴ ഇനി കോഴി ഇതും കൊത്തി തിന്നും. എന്നാലും ഇവന് എന്തെങ്കിലും രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് മണ്ണിൽ കൊണ്ട് വെക്കണം എന്നുണ്ട്. ഇപ്പം അത്യാവശ്യം ആൾ നന്നായി ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ കുറച്ചധികം എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. കാരണം വീട്ടിൽ കുറച്ച് കാര്യങ്ങളും പണികളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ വീഡിയോയിലുള്ള, ഇതാണ് എൻ്റെ കല്ലുക്കുട്ടി. പാടൂസ ഇങ്ങോട്ട് നോക്കിക്കേ. കള്ളിപ്പാടൂ ഇങ്ങോട്ട് നോക്കടാ, പിണങ്ങിയിരിക്കാണ്ട്. കുഞ്ഞിപ്പാടു ഇങ്ങോട്ട് കോക്കിച്ചേ, ഒന്ന് കോക്കടോ. പാടുക്കുട്ടി, ഇതാണ് എൻ്റെ പാടുക്കുട്ടൻ. അവൾക്ക് 2 വയസ്സുണ്ട്. ഇവളുടെ മക്കളാണ് ആ വെള്ളപ്പട്ടാളം മൊത്തം. പിന്നെ ഇവക്കടെ മൂത്ത പുത്രനാണ് ഉണ്ടച്ചൻ. അവനെ കാണിച്ചു തരാം. അവൻ്റെ നടപ്പൊക്കെ ഉണ്ട്. അത് ഞാനത് എപ്പോഴും ഒരു കുഞ്ഞ് റീൽസ് പോലെ ഇട്ടാം കേട്ടോ. ഇത് എൻ്റെ പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, പട്ടിയും പൂച്ചയൊക്കെ ആയിട്ട്. മനുഷ്യർ കുറവാണ്, പക്ഷെ മൃഗങ്ങളുമുണ്ട്. അപ്പം ഞാൻ ബാക്കിയുള്ളവരെയൊക്കെ ഓരോ ദിവസമായിട്ട് പരിചയപ്പെടുത്തി തരാം. ഞാനും പരിചയപ്പെടാൻ വരാം. ഓക്കെ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്കധികം ഹോസ്പിറ്റൽ ഇഷ്യൂസൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്താൻ പറ്റില്ല. നിൽക്കുന്ന ഈ ഒരു മരം കണ്ടോ, ഇവനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവൻ്റെ അടുത്താണ് ഞാൻ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴൊക്കെ പറയുന്നത്.
ഓക്കെ, അപ്പോൾ പിന്നെ എപ്പോഴേലും കാണാം. ബൈ ബൈ.